ഇതാണ് ചോദ്യം. നീ ജീവിച്ചു, ഓക്കെ, 80 കൊല്ലം 100 കൊല്ലം ജീവിച്ചു, നല്ല കാറ് വാങ്ങി, നല്ല വീട് കെട്ടി, മക്കളെ പഠിപ്പിച്ചു, നന്നായി നല്ല വസ്ത്രം ധരിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, മറ്റുള്ളവർ മുന്നിൽ മാന്യനായിട്ട് ജീവിച്ചു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആവശ്യക്കാരന് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ സഹോദരൻ എന്ന് പറയുന്ന ഏറ്റവും താഴെ കിടക്കുന്നവന് നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ചോദ്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചെങ്കിലേ, ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതൊരു സാധാരണ നമുക്കറിയാം, അപ്പനും മോനും വഴക്കാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിലേക്ക് മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ സ്നേഹിക്കില്ല. നാച്ചുറലി നമ്മളതിന് ഒഴിഞ്ഞു മാറാനേ നോക്കുള്ളൂ. അപ്പനെ മാത്രമായിട്ട് നമുക്ക് വെറുക്കാൻ പറ്റില്ല. അപ്പനെ വെറുക്കുമ്പോൾ അതോടെ ചേർന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും നമ്മൾ വെറുക്കും. ധൂർത്തപുത്രൻ പോയപ്പോൾ ചേട്ടനെ, അപ്പനെ മാത്രമല്ല ഉപേക്ഷിച്ച് ചേട്ടനെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്, അല്ലേ? ആരുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ട് അതിൽ. നമ്മൾ പറയാം എനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ് സഹോദരനുള്ള നമ്മുടെ ബന്ധമായിട്ട് അത് ശരിക്കും ഒരു പ്രൊപ്പോർഷനേറ്റാണ്. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്തവന് സഹോദരനെ സ്നേഹിക്കാൻ പറ്റില്ല. സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. യോഹന്നാസ്ലിയൊക്കെ പറയുന്നില്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് അവൻ എങ്ങനെ പറയൂ? അത് പച്ചക്കള്ളമല്ലേ അതെന്ന്. എത്രയോ ഭംഗിയായിട്ടാണ് ആ ആശയം അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവരിലുള്ള കുറവുകളും അവരുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് പലതും കാണുമ്പോൾ നമ്മളവരെ കഴിയുന്ന അവോയ്ഡ് ചെയ്യും. ഒരുപക്ഷെ നമ്മൾ എതിർക്കുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും സ്ലോലി നമ്മളവരെ അവോയ്ഡ് ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ തുടക്കം. അവോയ്ഡ് ചെയ്യുന്നു അവരോടായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ വേറൊരു കാറ്റഗറിയാണ്, ഞാൻ കുറച്ചും കൂടി എലൈറ്റാണ്, ഞാൻ കുറച്ചും കൂടി നല്ല ഡിസിപ്ലിൻഡ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മാറുന്നത്. അപ്പം അതൊന്നും യഥാർത്ഥത്തിൽ അതൊരു ദൈവിക ചിന്തയല്ല, അത് വളരെ ബാലിശമായ ഈ ലോകത്തിൻ്റെ ചിന്തയാണ്. ഇവിടെ നമുക്കറിയാം, നമ്മളെല്ലാവർക്കും വേണ്ടത് നല്ലത് മാത്രമാണ്, മോശമായത് ആർക്കും വേണ്ട. നമുക്ക് വേണ്ടത് ഏറ്റവും നല്ലതാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ സുന്ദരിയായ ഭാര്യ വേണം നമുക്ക് നിർബന്ധമാണ്, നല്ല സ്വഭാവമുള്ള ഭാര്യ ഉണ്ടാവണം നിർബന്ധമാണ്, നല്ല പെരുമാറ്റം അറിയണം, ഡിസിപ്ലിൻഡ് ആവണം, നമുക്ക് എല്ലാം നല്ലത് വേണം. നമ്മുടെ മക്കളെ ഏറ്റവും നന്നായി പഠിക്കണം, ഏറ്റവും സുന്ദരന്മാരാവണം, ഏറ്റവും നല്ല ഡിസിപ്ലിൻഡ് ആവണം, അനുസരണം ഉണ്ടാവണം, അങ്ങനെ എല്ലാത്തിൻ്റെയും നല്ലതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മറിച്ച് ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് മറ്റു വിധത്തിലുള്ളവരെ ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടാണോ? അല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളവിടുത്തെ മക്കളായതുകൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ധ്യാനത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് അതാണ്. ദൈവം അപ്പനാണെന്നുള്ള തിരിച്ചറിവ്. യെശയ്യാ 43 1, 2, 3 വാക്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും യാക്കോബെ നിന്നെ രൂപപ്പെടുത്തുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഒരു അപ്പൻ്റെ വികാരമാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, സ്വന്തം മകനാണ്, മകളാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അവിടെ അതിനുള്ള ഏക കാരണം മകനും മകളുമാണെന്നുള്ള ആ ബന്ധമാണ്. അല്ലാണ്ട് എൻ്റെ പുണ്യമോ ഞാൻ സുന്ദരനായതുകൊണ്ടോ അനുസരണമുള്ളവനായതുകൊണ്ടോ പുണ്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല മകൻ എന്നുള്ള നിലയിൽ. ഈ മാനദണ്ഡം വെച്ച് നമ്മൾ മറ്റുള്ള കാണുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യം അല്ലായിരിക്കാം. പക്ഷെ എങ്കിലും അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അതിൻ്റെ ഡെവലപ്മെൻ്റാണ് പിന്നെ ഇപ്പോൾ ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവിയർ, ഇവരൊക്കെ തോമസ് ലീഗ, ഈ ഒരു സ്നേഹത്തിൽ നിന്നാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത്. അവരെ രക്ഷിക്കണം, അവർക്ക് നന്മ ചെയ്യണം, അവരെ ദൈവത്തെ കാണിച്ചു കൊടുക്കണം. ഈ ഒരു ചിന്ത അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് വന്നിട്ട് അവരെ ഉൾക്കൊള്ളുന്നു, അവരെ സ്നേഹിക്കുന്നു, അവർ ദൈവത്തിൻ്റെ മക്കളാണ് തിരിച്ചറിയുന്നു. അതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, ഇന്ന് നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലതും നമ്മളുടെ ശരീരത്തിൻ്റെ ആവശ്യമല്ല, ശരീരത്തിൻ്റെ സുഖം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുകളെ വിലയിരുത്തുന്നത്.
സൗന്ദര്യം നമ്മൾ കാണുമ്പോൾ സൗന്ദര്യം എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യം ആന്തരികമാണെന്നൊക്കെ പത്രോസിലെയൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥ സൗന്ദര്യം ആന്തരികമാണ്, പുറമേ അല്ല. ചിലപ്പോൾ സൗന്ദര്യം ഇല്ലാത്ത വ്യക്തി നന്നായി പെരുമാറുകയും നന്നായിട്ട് സ്നേഹിക്കാനുള്ള കഴിവ് ഒരു പക്ഷെ അവനുണ്ടാകാം. സൗന്ദര്യം ഉണ്ടാവണം നിർബന്ധമില്ല. സൗന്ദര്യം ഉള്ള വ്യക്തിക്ക് ഒരു പക്ഷേ ഏറ്റവും ദുഷ്ടതയോടെ പെരുമാറാനും കഴിഞ്ഞെന്ന് വരാം. അപ്പോൾ സൗന്ദര്യം ഒരിക്കലും അതിൽ തന്നെ ശരിയല്ല, അതല്ല അതിൻ്റെ മാനദണ്ഡം, മറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള നന്മയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളിത് തിരിച്ചറിയണം. ഇനി എനിക്കൊരു കൊച്ചു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഈ സ്പിരിച്വാലിറ്റി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15 മുന്തിരിച്ചെടിയുടെ ഉപമയിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ, മുന്തിരിച്ചെടി ശാഖ മുന്തിരി ചെടിയോട് ചേർന്ന് നിന്നാൽ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ ഫലദായകരാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. മറ്റേതൊക്കെ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് വേണമെങ്കിൽ റാങ്ക് വാങ്ങാം, നല്ല പഠിച്ച് എനിക്ക് നല്ല ജോലി കിട്ടാം, വേണമെങ്കിൽ എനിക്ക് കുറേ കാശുണ്ടാക്കാം. അങ്ങനെ പെരിഫറിയലായിട്ടുള്ള പല നേട്ടങ്ങളും ഒരു പക്ഷേ നമ്മൾ ദൈവമില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ അവന് സമ്പാദിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷെ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷനും കൂടിയല്ല, അതിൻ്റെ അപ്പുറത്താണ് ഈ ഫുൾഫിൽമെൻറ്റ്. ഞാനൊക്കെ ഇങ്ങനെ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ഒരു പണ്ടത്തെ കാലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ നമ്മൾ എന്തുമാത്രം ഒരുക്കുന്നറിയാം. തല ഇങ്ങനെ പിടിക്കും, ചിരിക്ക്, പല്ല് പുറത്ത് കാണിക്കുക, അല്ല കാണിക്കരുത്, ഇങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടാണ് അവനൊരു സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് അവൻ ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ ഇത്തിരി മോശമായാലും അവന് കിട്ടേണ്ട കാശ് കിട്ടും. ബട്ട് എന്തുകൊണ്ടാണ് അവനെ പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുന്നത്? അത് അവൻ്റെ ഒരു തൃപ്തിയാണ്, ഫുൾഫിൽമെൻ്റ് ആണ്. ഒരു കലാകാരൻ പടം വരയ്ക്കുമ്പോൾ മൈനർ പോയിന്റ്സ് നമ്മളൊരു പക്ഷേ ശ്രദ്ധിക്കാവുന്ന പോകുന്ന പോയിന്റ് പോലും അവൻ ശ്രദ്ധിക്കും. അത് അവൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ്, ആ ഫീൽഡിനോടുള്ള അവൻ്റെ താല്പര്യമാണ്. അപ്പം അതുപോലെ നമുക്ക് ജീവിതത്തിനൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നന്മ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നന്മ ചെയ്യാത്ത ജീവിതം ഫുൾഫിൽമെൻ്റ് അല്ല. നമ്മൾ വിചാരിക്കും അവൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഈ കുറച്ച് ആധ്യാത്മിക ഫീൽഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല, ജീവിതത്തിനോടൊരു തൃപ്തിയില്ല, എങ്ങനെയോ ജീവിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ, പുറമേക്ക് കാണുമ്പോൾ നല്ല കാറ്, നല്ല വീട് എല്ലാം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞ, കർത്താവേ, എൻ്റെ അനുവാദം കൂടാതെ നീ എന്നെ സൃഷ്ടിച്ചു, പക്ഷേ എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നിന്നിൽ നിന്ന് വന്ന എൻ്റെ ആത്മാവ് നിന്നിൽ ചേരുന്നത് വരെ അസ്വസ്ഥമായിരിക്കും. ദൈവത്തെ പ്രാപിക്കുന്നത് വരെ നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കും. നമ്മൾ എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയില്ല, ബട്ട് അതാണ് റീസൺ.